ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സ്റ്റാർ വിവൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. നമ്മളിന്ന് അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു 2 ചെറിയ ക്യാരറ്റ് നീളത്തിലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 2 ചെറിയ മാങ്ങ, പിന്നെ കുറച്ച് ബീട്രൂട്ട്, അതിന് 2 ചെറുതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു പകുതിയുള്ള ഒരു ചെറിയ കുക്കുംബർ. പിന്നെ അതിന് വേണ്ട മറ്റ് ചേരുവകളെന്ന് പറയുന്നത് വെളുത്തുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് അങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. പിന്നെ ഇത് നമ്മൾ ഉലുവായും കടുകും കൂടെ വറുത്ത് പിടിച്ച് വെച്ചേക്കുന്നതാണ്. ഒരു 1.5 സ്പൂണോളം ഉണ്ട്. ഇതൊക്കെയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അച്ചാറിനൊക്കെ നമ്മൾ എപ്പോഴും നല്ലെണ്ണ എടുക്കുന്നതാണ് നല്ലത്. നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് കടുക് ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടു. പിന്നെ നന്നായിട്ടൊന്ന് പച്ചമുളക് മാറുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് ഉലുവ വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 1.5 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കും. ഞാൻ കൂടെ നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. അപ്പം നമുക്കിനി നമ്മുടെ പച്ചക്കറിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഒരു 5-6 മിനിറ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങയും കുക്കുംബറും ഒക്കെ ചേർത്ത് കൊടുക്കുക. കാരണം ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ശകലം വേവുള്ളതായതുകൊണ്ട് നമുക്ക് ആദ്യം അത് ചേർത്തൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഒരുവിധം വേവായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മാങ്ങയും കുക്കുംബറും ഒക്കെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേകട്ടെ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചില്ല് കുപ്പിയിലേക്ക് മാറ്റി ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അച്ചാറാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് ഉപയോഗിച്ച് തയ്യാറാക്കിയതാണ്. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും വെച്ച് നമുക്ക് അച്ചാർ ഉണ്ടാക്കാവുന്നതാണ്. വെന്തുടഞ്ഞു പോകില്ലാത്ത ഏത് വെജിറ്റബിൾസ് വെച്ച് വേണമെങ്കിലും നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.